My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്തത് എന്താണ്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, 2 and 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ഓർ കളർ സ്റ്റോൺ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? All right, let's start with group number 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്തത്? എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റി അടുത്തതായിട്ട് നിങ്ങൾ അറിയേണ്ടത്? സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗൈസ് ടെൽ മീ, എത്ര ആളുകൾ നിങ്ങൾ ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങളുടെ ലൈഫിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്? ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഓർ വെരി സൂൺ നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ലൈഫിനെ പറ്റി നിങ്ങളുടെ ലക്ഷ്യത്തിനെ പറ്റി ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. സോ നമുക്കൊരു ലക്ഷ്യം ഉണ്ട്, ആൻഡ് അതിലേക്കുള്ള ഒരു മാർഗം എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾക്കൊരു കാര്യമുണ്ട്, സോ നിങ്ങൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകാന്നുള്ളതല്ല. നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ക്ലെവർ ആയിട്ടുള്ള, ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു മാനേജറെ പോലെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചും അതാണ്. ഓക്കെ, സോ ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കും. ആൻഡ് അഗെയിൻ അത് എടുത്തു പറയേണ്ട ഒരു മാറ്റം, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആവും, നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആവുകയാണ്, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവുകയാണ്. സോ ഒരു ദീർഘവീക്ഷണം ചില കാര്യത്തിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ഷനും കുറെ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ വരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അത് മിക്ക ആളുകളും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു മേജർ ഫൈനാൻഷ്യൽ ചേഞ്ചിലേക്കാണ്. ഓക്കെ, എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി അതിൽ നിന്ന് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻകം നിങ്ങൾക്ക് അതിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട്. ഫൈനാൻഷ്യലി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനാൻഷ്യലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങൾ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമോഷനൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കണം, അല്ലേ? സോ നിങ്ങളുടെ ഓരോ ആക്ഷനും നിങ്ങളൊരു ബെറ്റർ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫൈനാൻഷ്യലിയും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂമെന്റ്സ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള മൂമെന്റ്സ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1, ഐ ഷുഡ് സേ, നിങ്ങൾ വളരെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നോക്കുന്നുണ്ട്, ഓർ സി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ കൈൻഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ ലോയൽ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്, ലൈഫ് കുറെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ജെന്യൂൻലി നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലൈഫിന്റെ ഓരോ ഫ്ലോസും ഓരോ മൂമെന്റ്സും നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലൈഫ് അങ്ങനത്തെ പ്ലേസിലൂടെയാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ദിവസവും ഓരോ മൊമെന്റും നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റും അത്ര ഒരു കമ്മിറ്റ്മെന്റും കൂടെ നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നും നിങ്ങളുടെ ലൈഫിൽ. ഒന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്പെസിഫിക് കാര്യത്തിനോട് നിങ്ങൾക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നുന്നുണ്ട്. ഓക്കെ, അത് ജോബിനോടായിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് അത്ര ചെയ്യാൻ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കൂടെ കൂട്ടണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമോ വസ്തുവോ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, ആൻഡ് അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വളരെ ഒരു സന്തോഷം, ജെന്യൂൻലി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ബ്രൈറ്റ്നെസ്സും, അതായത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്.
ഹെൽത്തി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്, റിയാലിറ്റിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട്. ഓക്കെ, സോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പല അട്രാക്ഷൻ ഉണ്ടാവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത് അതിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ എനർജറ്റിക്കലി നിങ്ങൾ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട് പല സിറ്റുവേഷനും പല കാര്യത്തിനും. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ എല്ലാ ശ്രദ്ധ വരുന്ന സമയത്തും അപ്പോഴാണ് നിങ്ങൾക്ക് പല പ്ലേസിൽ നിന്നും നിങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങാം. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ എനർജി ഒക്കെ എന്തൊരു കാര്യം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ വഴി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് എക്സാക്ട്ലി നിങ്ങൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ താല്പര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ജീവിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക, അല്ലെ? അത് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആണ് നമുക്ക് കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെന്റ് ലൈഫിൽ തരാം. ഓക്കെ, സോ ചിലത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് തരുന്നത് ലൈഫിന്റെ ഒരു ബെറ്റർ ഫ്ലോയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ജേർണി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ലൈഫ് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, പെരുമാറാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂമെന്റ്സും നിങ്ങളുടെ ഓരോ സക്സസും ഓരോ ഗ്രോത്തും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് മെയിൻലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കരിയറിലൊക്കെ വരുന്ന സമയത്താണ്. ജോബ്, പാഷൻ, പേർപ്പസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വരുന്ന ഒരു ടൈമിൽ. ഓക്കെ, ആൻഡ് ഇങ്ങനെ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ആവുന്ന സമയത്താണ് നിങ്ങളുടെ സക്സസ് മറ്റുള്ള ആളുകൾ നോട്ടീസ് ചെയ്ത് തുടങ്ങുക, നിങ്ങളുടെ സക്സസ് ആളുകളും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക. ആൻഡ് ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ആളുകളെ തിരിച്ചറിയുക. ഓക്കെ, സോ ഒരു സമയത്ത് നിങ്ങൾ ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷൻ എനർജിയിലേക്കൊക്കെ വരുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ തേടി വരുന്ന ഒരു അനുഭവം കൂടെ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാക്ട്ലി. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൂര സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷമോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ വരും. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഒരു റീഡിങ് നിങ്ങൾ റീകോൾ ചെയ്യുന്നുണ്ടായിരിക്കുക, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നു ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടത് കൊണ്ടാണ്. ഓക്കെ, സോ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ടായിരിക്കണം. ഈ എക്സാക്ട്ലി ആരാന്ന് അറിയില്ല എന്നുണ്ടെങ്കിലും ചില വളരെ പ്ലസന്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് ആരോ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മേ ബി നമുക്കൊരു വീണ്ടും ചില ബന്ധങ്ങൾ റീകണക്ട് ചെയ്യുന്നത് പോലെ, വീണ്ടും ചില ആളുകൾ നിങ്ങൾ എടുത്ത് റീകണക്ട് ചെയ്യുന്നത് പോലത്തെ ചില അനുഭവങ്ങൾ നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഒരിക്കലും ഒരു സെന്റിമെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനോ ഒന്നുമല്ല. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ജേർണിയെ പറ്റി സംസാരിക്കാനാണ് ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് റീകണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, നമുക്ക് ഇന്ന യാത്രകൾ ചെയ്യാം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, പക്ഷേ കുറെ കാലമായിട്ട് നിങ്ങൾ യാതൊരു കോണ്ടാക്റ്റിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ബിക്കോസ് ആരോ ഒരാൾ പെട്ടെന്ന് നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ആരോ ഒരാള് ഓക്കെ അവരുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളാണ് അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങളാണ് അത് ആ ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളൊരു തിരിച്ചറിവിൽ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ചില ആളുകൾ ചൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, മേ ബി അഗെയിൻ നിങ്ങളുടെ മണി ആൻഡ് നിങ്ങളുടെ കരിയർ ഈ ഒരു സമയത്ത് വളരെ വളരെ ഹെൽത്തി ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. സോ ഒരു ടൈമിൽ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷൻ, ഒരു ടൈമിൽ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും
മേ ബി ഒരു പുതിയൊരു പ്രൊജക്ട് വരുന്ന സമയത്തോ, പുതിയൊരു ക്ലയന്റ് വരുന്ന സമയത്തോ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്തോ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇന്നൊരാളുണ്ടല്ലോ, അയാളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാവാം. ഓക്കെ, ഇത് ചില ആളുകൾക്ക് നിങ്ങളെ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ചില പ്ലേസിൽ നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷനോ ഒരു ഇൻവൈറ്റോ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകളുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ അത്രയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഗൈസ്. ആൻഡ് സി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഗ്ലോ ചെയ്യുന്നത്. ചില ആളുകൾക്ക് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ ആയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ്. ആൻഡ് അഗെയിൻ, ആരാണോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു റൊമാൻസ് കൊണ്ടുവരുന്നത്, ഇങ്ങനെ തിരിച്ചു വരുന്നത്, അത് ഈവൻ പുതിയ ആളാണെന്നുണ്ടെങ്കിലും പഴയ ആളാണെന്നുണ്ടെങ്കിലും ഇയാൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളുടെ സോളിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഓഫർ ചെയ്യാണ്, ചില കാര്യങ്ങൾ കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നുണ്ട്. ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് തരാനുള്ളത്, ആൻഡ് ഓക്കെ ഇതാണ് എനിക്ക് തരാനുള്ളത്. സോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്. പരസ്പരം ഉള്ള കുറവുകളും കഴിവുകളും റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, ഐ ഡോണ്ട് നോ നിങ്ങൾ സിംഗിളോ, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളോ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളോ ആരോ ആയിക്കോട്ടെ, ഇത് വെരി സൂൺ ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഒരു റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ ഒരു റൈറ്റ് അനുഭവമാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അവിടെ എനിക്ക് നിങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു മാറ്റമുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ കാം, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. ഈവൻ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി സെന്റിമെന്റൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾക്ക് അവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ പ്ലസന്റ് ആയിട്ടുള്ള കോൺവെർസേഷനും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുകയാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നിട്ട് വേണം കുറെ കാര്യങ്ങൾ പറഞ്ഞ് സെന്റിമെന്റൽ ആവാൻ, ഇമോഷണൽ ആവാൻ, പല കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്യാൻ. നോ, അതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ആൻസർ പല ആളുകളുടെ ആക്ഷനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവർ പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞു തീർത്താലോ എനിക്ക് സമാധാനമാവുള്ളൂ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾ വെക്കാതിരിക്കാം. ബിക്കോസ് നിങ്ങളെ ഞാൻ കാണുന്നത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, റിയാക്ഷന് പകരം റെസ്പോൺസ് ഒക്കെ ചെയ്യുന്ന ഒരു നേച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് സി 10 of Wands. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവേണ്ടതായിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജെന്യൂൻലി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നോ, അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രയും ഫുൾഫിൽഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അതിൽ നിങ്ങൾക്ക് അത്രയും ഫുൾഫിൽഡ് ആവാൻ സാധിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പൂർണ്ണ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടുള്ളൊരു സാമീപ്യം ഉണ്ടാവുക എന്ന് പറയുമല്ലോ, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു പൂർണ്ണ സാമീപ്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണത അത് കാണിക്കും, അതിന്റെ ഒരു ഇന്റൻഷൻ അത് കാണിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു സാഫല്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, പരസ്പരമുള്ള ഒരു ആക്സെപ്റ്റൻസ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതായത് മേ ബി ലൈക്ക് ഇത്ര സമയമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ രീതിയിൽ വരാനായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കണം. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ട് പെരുമാറുന്നത് പരസ്പരം ഉണ്ടാവുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, ഒരു കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് എന്നുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നത്. സോ നമ്മൾ ഒരു കാര്യം അങ്ങനെയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കില്ല. റൈറ്റ്, ആൻഡ് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി, നിങ്ങളും നിങ്ങളുടെ ഒരു ബെറ്റർ ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറും ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ കെൻ സീ ചില ആളുകൾ വേൾഡ് വൈഡ് യാത്ര ചെയ്യുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഫിസിക്കലി ആയിരിക്കാം,
നിങ്ങളുടെ ഒരു പ്ലാനിങ് അങ്ങനെ ഓൺ ആവുന്നതായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു പ്ലേസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് പോലെ. അതാണ് ചില ആളുകളുടെ ബിസിനസ് ഒക്കെ അങ്ങനെ ഗ്രോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ മാർക്കറ്റിംഗ് റിലേറ്റഡോ സെയിൽസ് റിലേറ്റഡോ ഓർ വേൾഡ് വൈഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവില്ല, ബട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് വേൾഡ് വൈഡ് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് കൾച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളെ നിങ്ങൾ ഡിഫറെന്റ് ടൈം സോണിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്പ് കൺട്രീസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കാം, US കൺട്രീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം. സോ അവിടെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം സോണിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ നൈറ്റിൽ നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പാർട്ടൊക്കെ ഓൺ ആക്കുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. സീ ദ മാജിഷ്യൻ. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ആൻഡ് അവിടെ ഓ മൈ ഗോഡ്, ഇത് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ എത്ര ഡെസ്പറേറ്റ് ആയിട്ടുള്ള നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ലീസ്റ്റ് എക്സ്പെക്ടേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ട് ചില കാര്യത്തിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അത്ര ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇത്ര ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുതരുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആവുന്നത്, അതായത് നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, ഈവൻ വ്യക്തികളെ പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മാറ്റത്തിലൂടെ. ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നും, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മാനിഫെസ്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ടൈം കൂടെയാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെ സെറ്റിൽ ആവുന്ന ഒരു ടൈം കൂടിയാണ്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്താണ് നിങ്ങൾ കുറെ കൂടെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സക്സസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആർട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ട്, പെയിന്റിങ്, ആർട്ട് റിലേറ്റഡ് ആയിട്ട്, എസ്പെഷ്യലി ക്രിയേറ്റീവ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ് കാണിക്കുക. ഡസന്റ് മാറ്റർ നിങ്ങൾ ചെയ്യുന്ന കാര്യം മേ ബി ഒരു 100 ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യേണ്ടത്. യാത്രകൾ ഉണ്ടാവുന്നുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ പുറത്തൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, നിങ്ങളുടെ റിയാലിറ്റിയിൽ ഉണ്ടാവും. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ മേജർ ഷിഫ്റ്റ്, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും വെരി സൂൺ? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഏസ് ഓഫ് കപ്സ്. ഓക്കെ, സോ ഒരു ഇഷ്ടമുണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പുതിയ ഫീലിങ്സ്, പുതിയ എക്സൈറ്റ്മെന്റ്, പുതിയ കണ്ടുപിടുത്തമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പുതിയ അനുഭവം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി പുതിയ അനുഭവം, പുതിയൊരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. പുതിയൊരു കാര്യം, പുതിയൊരു എന്താ പറയാ, നിങ്ങളെ പറ്റിയിട്ടൊരു പുതിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു നിങ്ങളെ പറ്റി പുതുതായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ഇതുവരെ നിങ്ങളെ പറ്റി മനസ്സിലാക്കാത്ത ഒരു
കാര്യം, നിങ്ങളുടെ കഴിവായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഒരു യൂണിക്നെസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ധൈര്യം ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ ഒരു അഡ്വഞ്ചർ പാർട്ടായിരിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഞാൻ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നോ എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ സൗന്ദര്യമാണ് ചില ആളുകൾക്ക്. നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളാണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു ടൈമാണിത്. ഓക്കെ, ഓ മൈ ഗോഡ്, ഇത്ര ഭംഗി ഉണ്ടായിരുന്നോ ഞാൻ, ഇങ്ങനെ ആയിരുന്നോ ഞാൻ, ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നോ, ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിൽ അത്രയൊരു സന്തോഷം കണ്ടെത്താൻ കൂടെ പോവാണ്. ഓക്കെ, അറിയില്ല, നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ്, നിങ്ങളത് കണ്ടുപിടിക്കും. ഓക്കെ, നിങ്ങളത് അറിയാൻ പോവാണ്, കണ്ടെത്താൻ പോവാണ്. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. സോ ചില ആളുകൾ പുതിയ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പരിസരം മറക്കുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ, ആൻഡ് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ. അത് ഇതുപോലെ നിങ്ങൾ ഒരു പുതുമ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു അഡ്മിറേഷൻ ഉണ്ടാവില്ലേ, നമ്മൾ എപ്പോഴും പോയി നോക്കും, നമ്മൾ അതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് കെയർ ചെയ്യും, റൈറ്റ്? അങ്ങനെ എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പരിസരം മറക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നതാണ്. നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആവുന്നുണ്ട്, നിങ്ങൾ വളരെ ഓപ്പൺ ആവുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ പറയാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചില ആളുകളോടൊക്കെ ഷെയർ ചെയ്യാൻ പോവാണ്. കമോൺ ഗൈസ്. സോ ആ ഒരു നിങ്ങളിങ്ങനെ തുറക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ തന്നെ മതി മറന്നു പോവാ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്, ചില ഇഷ്ടങ്ങൾ, താല്പര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവുന്നുണ്ട്. ഓർ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആ ഒരു ആഗ്രഹം ഒന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി അതിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന്റെ കൂടെ ഒരു ആഗ്രഹം കൂടെ നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തിന്റെ കൂടെ ഒരു സ്ട്രെങ്ത് കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞ ഒരു കാര്യത്തിന്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ചില നേട്ടങ്ങളാണ് അത്. നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള ചില കാര്യത്തിന്റെ കൂടെ ഒരു നേട്ടം കൂടെ നിങ്ങൾക്ക് അവിടെ വെക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരാൾ കൂടെ വരേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ആണ്, അത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെപ്പറ്റി കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു അവസരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ, പക്ഷെ എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു ഓഫർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാക്ട്ലി എന്താണ് കാര്യം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ അതിഥി ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾക്ക് നിങ്ങൾ ചില പ്ലേസിൽ അതിഥിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു പുതുമ ഉണ്ടാവുന്നത് നിങ്ങൾ പുതിയ വീട്ടിൽ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ വീട് മാറുന്നതായിരിക്കാം. ഓർ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആഫ്റ്റർ മാരേജ് നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് പോകുന്നത് പോലെ, ഓക്കെ, പുതിയ റിലേഷൻഷിപ്പിൽ വരുന്ന പോലെ, പുതിയ പ്ലേസിൽ പോയി പുതിയ രീതിയിൽ നിങ്ങൾ താമസിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്കൊരു പ്ലേസിൽ ഒരു ജോബ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ പോവാണ്, അവിടെ ആ ഒരു പ്ലേസിൽ നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്, ഒരു ചെറിയൊരു വീടായിരിക്കാം, നിങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നെങ്കിലും ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരു ആളും കൂടെ ഉണ്ടായിരിക്കണം, ഒരു പാർട്ട്ണർ കൂടെ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ളത്, ആ ഒരു കാര്യം, ആ ഒരു ആള്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. ഓക്കെ, സോ ചില കാത്തിരിപ്പ് അവിടെ ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് ലൈക്ക്
വിഷ് കം ട്രൂ സിറ്റുവേഷൻ എനി ടൈം. ഓക്കെ, ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് മാറി മറിയാം. ഗ്രൂപ്പ് നമ്പർ 2, ട്രസ്റ്റ് മൈ വേർഡ്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കാം, ഇതുപോലുള്ള മാറ്റങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുതരുന്ന ഒരു മാറ്റമാണ്. അത് ഏത് സെക്കൻഡിൽ വേണമെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഏത് സെക്കൻഡിൽ വേണമെന്നുണ്ടെങ്കിലും, ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പുതിയ പ്ലേസിലേക്ക് വരണം, പുതിയ വീട്ടിലേക്ക് വരണം, പുതിയ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ അഡ്മയർ ആവുന്നുണ്ട് ചില കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്. നിങ്ങളുടെ മേലും ആ ഒരു അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരാൻ പോവാണ്. നിങ്ങൾ തന്നെ ഷോക്ക് ആവും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പ്രോബബ്ലി മിക്ക ആളുകൾക്കും അറിയില്ല അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. സോ അങ്ങനെ നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾ പുറമേ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ള ആളുകളിൽ നിങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം. മേ ബി ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ വളരെ സന്തോഷമുള്ള കപ്പിൾസിനെ കാണുന്ന സമയത്ത്, സിംഗിൾ ആയിട്ടുള്ള ആളുകൾ മേ ബി ലൈക്ക് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് സന്തോഷമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലേസിൽ എത്താൻ പറ്റുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഗൈസ്, ട്രസ്റ്റ് മീ, നിങ്ങൾ അങ്ങനെ എന്താണോ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളത്, നിങ്ങൾ അഡ്മയർ ചെയ്തിട്ടുള്ളത്, നിങ്ങളൊരു ശ്രദ്ധ പിടിച്ചിട്ടുള്ളത്, മേ ബി ചിലത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ബട്ട് അങ്ങനെ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ളത്. ട്രസ്റ്റ് മീ ഗൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്രയും ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി ഗൈസ്, നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഓക്കെ, ഒരുപാട് ഓ മൈ ഗോഡ്, നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ഈ ഒരു ഇത്ര വലിയൊരു ആഗ്രഹം ഇത്ര എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അത് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സീ ഗൈസ്, സീ എനി ടൈം നിങ്ങൾ ഇതുപോലുള്ളൊരു റൊമാൻസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്നേഹമാണ് അവിടെ. ലൈക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി ഒരുപാട് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. ആരുടെങ്കിലും ഒരു വളരെ സ്പെഷ്യൽ എൻട്രി. ആൻഡ് സി ഒന്നുകിൽ നിങ്ങൾ ആരോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു അറൈവലിന് വേണ്ടിയിട്ട്, ഓർ നിങ്ങൾ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരാൾ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷനിലോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു എൻട്രി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സ്നേഹമാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരുപാട് സ്നേഹം, ഒരുപാട് ആഗ്രഹങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ആവുകയാണ്. ഓക്കെ, അതായത് ചില വിഷ്വൽസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. സോ അതാണ് നിങ്ങളുടെ ഒരു പുതിയ ഒരു അനുഭവം നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചില ആളുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് ലൈഫാണ്. എക്സാക്ട്ലി ഗൈസ്, എക്സാക്ട്ലി. നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട്, എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. നിങ്ങളൊരു ലവർ ആവുന്നുണ്ട്, നിങ്ങളൊരു പാർട്ട്ണർ ആവുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഗൈസ്, ലൈക്ക് നിങ്ങളുടെ ആ ഒരു സിംഗിൾ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ സിംഗിൾ ആയിരിക്കില്ല. ബിക്കോസ് അവിടെ എന്തൊരു കാര്യം കൂടെ അവിടെ ആരെങ്കിലും അവിടെ പ്രസന്റ് ആവേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഈ ഒരു എക്സൈറ്റ്മെന്റിൽ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരം മറന്നു പോകുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ലൈഫ് തരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങളത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളാണ് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നത്. നിങ്ങളുടെ മേലേക്കാണ് ആ ഒരു ശ്രദ്ധ വരുന്നത്. നിങ്ങളുടെ ടൈമാണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എത്ര എഫേർട്ട്ലെസ്ലി ആണ് നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളെ പറ്റിയിട്ട് മസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ലൊരു ഡ്രീമറാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്വപ്നം, അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് അട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മിക്ക ചിന്തകൾക്കും ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഓർ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ മാത്രമല്ല അഡ്മയർ ചെയ്യുന്നത്, അത് കാണുന്ന ആളുകൾക്കും.
ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സന്തോഷമായിട്ട് നോക്കി നിന്നിട്ടുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾക്കത് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓ, എന്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, എന്ത് മനോഹരമായിട്ടുള്ള ഒരു ലൈഫ്, എന്ത് മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. ആൻഡ് ഇനി ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ എന്ത് മനോഹരമായിട്ടാണ് അവരുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിക്കുന്നത്, ആ ഒരു സന്തോഷം, ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് ഈ ലോകം മൊത്തം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ സന്തോഷിക്കുന്നത് പോലെ, എൻജോയ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഒരു സ്പെഷ്യൽ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ഗൈസ്. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എൻജോയ് യുവർ ലൈഫ്. നിങ്ങൾ കൂടുതൽ സ്നേഹിക്കണം. ബിക്കോസ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു ഇന്നർ ബ്യൂട്ടി, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സൗന്ദര്യമൊക്കെ നിങ്ങൾ ഇനി കണ്ടു തുടങ്ങുക. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു സൗന്ദര്യം നിങ്ങളെ തന്നെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആരെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് ആരെങ്കിലൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും അല്ലെ, ചില സമയത്ത് നമ്മൾ അറിയാണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് ഒരുപാട് എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട് ഗൈസ്. ഗ്രൂപ്പ് നമ്പർ 2, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ഒരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോവാണ്. ലൈഫിനെ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങാൻ പോവാണ്. ഓരോ നിമിഷം, ഓരോ ദിവസം, ഓരോ സെക്കൻഡ്സ് പോലും നിങ്ങൾക്ക് അത്രയും വേണം. എൻ്റെ ലൈഫ് എനിക്ക് വേണം, എന്നതാണ്, എനിക്ക് ആസ്വദിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷത്തിൽ എനിക്ക് കൂടുതൽ നിൽക്കണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ജീവിക്കാൻ. അതാണ് നിങ്ങൾ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3. മൈ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ചേഞ്ചസ്, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം വെരി സൂൺ ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3 നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സി ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് ലൈഫിൽ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ലൈഫ് നിങ്ങളുടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡിസിപ്ലിൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ കുറെ കൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കലി ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ചില കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, വളരെ പ്രാക്ടിക്കലി ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാത്തിലും ഒരു കൺട്രോൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് പ്രൂവ് ചെയ്യുന്നുണ്ട്. പല പ്ലേസിലും നിങ്ങളുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ആളുകൾ നിങ്ങളെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പല ആളുകളും പറയും, ഓക്കെ, ഇപ്പോഴാണ് നിങ്ങളൊന്ന് കാണാൻ പറ്റിയത്, എവിടെയായിരുന്നു ഇത്ര കാലം, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പല ആളുകളുടെ അടുത്ത് നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ബിക്കോസ് ആളുകൾ നിങ്ങളുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങളൊരു പ്ലേസിൽ കുറെ കാലമായിട്ട് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴായിരിക്കും ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. നിങ്ങളുടെ കഴിവോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുക ഇനിയാണ്. ഓക്കെ, അങ്ങനെ എന്തോ ഒരു പ്രസൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തോ ഒരു മാറ്റം നിങ്ങൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3 ആൻഡ് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ പല കാര്യങ്ങളും ഇമോഷണലി അല്ല എടുക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സാക്ട്ലി എനിക്കിതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കാം, പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ നിങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഒരു ഇമോഷൻസിന് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അത് ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിജക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് എൻകറേജ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ലൈഫിൽ വെക്കുന്നുണ്ട്. സോ അതാണ് ഈവൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിന് നിങ്ങൾക്ക് എന്തായിരിക്കും റൈറ്റ് ആയിട്ടുണ്ടായിരിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതിന് ഡെഫിനറ്റ്ലി ആ ഒരു
ഇമോഷണൽ സ്ട്രെങ്ത് വേണം അല്ലെ, നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു തിരിച്ചറിവ് വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടത് ഇതാണ്. സോ ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ കുറച്ചുകൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു മീ ടൈം എടുക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്നുണ്ടായിരിക്കാം, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ. സോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ചില ആളുകൾ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. സോ ഒരു ടൈമിന് ശേഷം നിങ്ങൾ ഇനി ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നത്. മേ ബി നിങ്ങൾ പാരൻസ് ആയിരിക്കാം, സിംഗിൾ പാരന്റ് ആയിരിക്കാം, അമ്മമാരായിരിക്കാം. സോ നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഒരു ടൈം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എക്സാക്ട്ലി. ഓക്കെ, സോ ചില ആളുകൾ ഒന്നുകിൽ നിങ്ങളത് വളരെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പേഴ്സന്റെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, സി ലൈഫിൽ നിങ്ങൾ പല പല ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ബട്ട് ചില ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്കൊരു സമാധാനം തരുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും. ഓക്കെ, സോ റിലാക്സ് ചെയ്യാണ്, നിങ്ങൾ വളരെ സമാധാനമായിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങൾ ഒന്നെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കൂടെ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ റിലാക്സ് ചെയ്യാണ്, നിങ്ങൾ വളരെ കാം ആവുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ സ്പെഷ്യൽ പ്ലേസിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ക്ഷണം ഉണ്ടാവുന്നുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കേൾക്കാനുള്ള ഒരു ഇടയും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ കുറെ അഡ്മയർ ചെയ്യുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കാം. ഓക്കെ, അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ചില കാര്യങ്ങൾ, വാർത്തകൾ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ, ഓർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ചില ആളുകളൊക്കെ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ചില കഴിവുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകളൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, അതാണ് ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ഇനി. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇതുവരെ ചെയ്യാൻ ചില സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫ്രെയിമിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ പല പല കാര്യങ്ങളും പല പല ആളുകളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിന്റെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഇനി വരുന്നത് നിങ്ങളാണ്, കുറച്ചുകൂടെ നിങ്ങളിലേക്കാണ് ഒരു ഫോക്കസ് വരുന്നത്. ഓക്കെ, സോ നിങ്ങളാണ് ഒരു ഫ്രെയിമിൽ നിങ്ങൾ വരുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് കാര്യങ്ങൾ നിങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ലക്ഷറിയസ് ടൈം, ഓർ നിങ്ങൾ ചില്ല് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ വളരെ കാമായിട്ടുള്ള പ്ലേസിലൊക്കെ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബ്രെയിന്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ശരീരമൊക്കെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഒന്നുകിൽ നിങ്ങളുടെ ഇമോഷൻസിന് വേണ്ടി, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിലേക്ക് വരാൻ സാധിക്കുന്നതോ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് വരാനോ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാം ആവുക ആ ഒരു റൈറ്റ് പേഴ്സൺ നമ്മളുടെ കൂടെ ഇരിക്കുന്ന സമയത്താണ്, അല്ലെ റൈറ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്താണ്. നമ്മളെ ശരിക്കും ഒരാൾ കേൾക്കുന്നുണ്ട്, പറയാണ്ട് തന്നെ
നമ്മളൊരാൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്, അല്ലെ? സോ അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷമുണ്ട്, അല്ലെ? ഒന്നുകിൽ നിങ്ങൾ അങ്ങനെയായിരിക്കും അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ ചില ആളുകൾ നിങ്ങൾ കുറെ കൂടെ റിലാക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ്. ലൈഫ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇതുവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ സെറ്റിൽ ആവാണ്. ഓക്കെ, ഫിസിക്കലി നിങ്ങൾ കുറെ കൂടെ ഫ്ലെക്സിബിൾ ആവാൻ പോവാണ്. ഓക്കെ, സോ ഒന്നുകിൽ ലൈക്ക് നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങളൊരു വെക്കേഷൻ എടുക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ കുറച്ചൊരു ചില ബ്രേക്ക് എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ജോബെന്നോ ലൈഫെന്നോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊരു ഹെക്റ്റിക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അങ്ങനത്തെ പ്ലേസിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് കുറെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കുറെ കൂടെ കണക്ട് ആവുന്നത് പോലെ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹോം ഫീലിങ്സ് തരുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഫാമിലി. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള മൊമെന്റ്സ് റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ യാത്രയാണ്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കൂടെ പോകുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് അത് ഫിനിഷും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്, ഓർ നിങ്ങളുടെ ലൈഫിൽ അത്രയൊരു സ്ട്രഗിൾ തന്നിട്ടുള്ള ഒരു കാര്യം സിറ്റുവേഷൻ ആരെങ്കിലും കൂടുതലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. സോ അതാണ് നിങ്ങൾക്ക് വലിയൊരു റിലാക്സേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ലൈഫിൽ കുറെ കൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, വളരെ ഒരു വ്യക്തത നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ലൈഫിനെ പറ്റിയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സും ശരീരമൊക്കെ അത്ര കാം ആവാൻ പോവാണ്, അത്ര ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. സിറ്റുവേഷൻസ് അതുപോലെ മാറി മാറിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ബെറ്റർ പ്ലേസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ഒരു ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ ബെറ്റർ പ്ലേസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കാം ആയിട്ടുള്ള പ്ലേസിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പുതിയ കഴിവുകളോ പുതിയ സ്കില്ലൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങൾ ടെക്നിക്കലി ആണ് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടെക്നിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങളുടെ ശരീരത്തിന് പുതിയ അനുഭവങ്ങൾ കിട്ടുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ശരീരം ബ്രെയിനോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. സോ ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ഇമോഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇമോഷണലി നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആവും, വളരെ നിങ്ങൾ കാം ആവും. അത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ശരി, എങ്ങനെ ഒരാൾ നിങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മിക്ക ആളുകൾക്കും നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിക്ക് നിങ്ങളെ പറയാണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുക, നിങ്ങൾ അത്ര നിങ്ങൾ ഓക്കെ ആവുന്നുണ്ട്. ഓക്കെ, സോ ഇമോഷണലി നിങ്ങൾ വളരെ ഓക്കെ ആവുന്നുണ്ട്. ആ ഒരു ഓക്കെ ആർക്കാണോ ആക്കാൻ സാധിക്കുക, അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അവർക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ വിചാരിക്കും ചില കാര്യങ്ങൾക്ക് ചില ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ചില കാര്യത്തിന് അവിടെ ചില ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചില ആളുകൾക്ക് വളരെ ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ യാത്ര പറഞ്ഞു വരുന്നുണ്ട്, അതായത് ചില ആളുകളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ യാത്ര പറഞ്ഞു വരുന്നുണ്ട്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങൾ എൻഡാക്കാണ്. ഓക്കെ, സോ അതാണ് ലൈക്ക് ചില ഒഫീഷ്യൽ കോൺട്രാക്ട് നിങ്ങൾ എൻഡാക്കുന്നുണ്ട്, ചില സ്പിരിച്വൽ കോൺട്രാക്ട് നിങ്ങൾ എൻഡാക്കുന്നുണ്ട്, ലീഗൽ കോൺട്രാക്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ നിങ്ങൾക്ക് ചില ആളുകളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നാലും, നിങ്ങൾ മാറി നിൽക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ഇമോഷണൽ പെയിൻ ഉണ്ടാവില്ല. നിങ്ങൾ വളരെ കാമായിട്ടായിരിക്കും, വളരെ സെറ്റിൽ ആയിട്ടാണ് ആ ഒരു പ്ലേസ് എല്ലാം ചെയ്ത് തീർക്കേണ്ടതോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ടതോ ഒക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻറ്റയർലി ഒരു പുതിയൊരു ഫേസിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഇതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.